ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയുണ്ടായ ബജ്രംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ജലേശ്വർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേൽ, ജോഡ ഇടവക വികാരി ഫാദർ വി ജോജോ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് മതപരിവർത്തനം ആരോപിച്ച് മർദ്ദനമേറ്റത്. വിഷയത്തിൽ കോൺഗ്രസ് എംപിമാർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡിൽ നടന്നപ്പോൾ സംഭവം ഈ പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാർ വലിയ രീതിയിൽ ചർച്ചയാക്കിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒഡീഷയിലും ഈ സംഭവം ആവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ അവിടുത്തെ ഈ ബലസോറിലെ ബിഷപ്പുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഈ സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ആക്രമണം കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടുത്തെ ബാലസോർ അതിരൂപതയുടെ ബിഷപ്പ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതാണ്ട് 300-ലധികം ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ ഈ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ 4 പേരും മലയാളികളാണ്. ഒരാൾ അവിടുത്തെ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. ഇന്നലെ വൈകിട്ട് ആണ് ഇവർ ഈ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ ഒരു നാട്ടുകാരൻ്റെ ക്ഷണപ്രകാരം അവരുടെ ഒരു ആണ്ട് കുർബാനയ്ക്ക് പ്രാർത്ഥനയ്ക്കായി പോകുന്നത്. ആ പ്രാർത്ഥനയ്ക്കായി പോയതിന് ശേഷം അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രി 9 മണിയോടെ അവിടെ നിന്ന് ആ ഗ്രാമത്തിൽ നിന്ന് പോകുന്നു. ഈ പോകുന്ന സമയത്താണ് ആദ്യം ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയ ആളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഇയാൾ ബൈക്കിലായിരുന്നു പോയിരുന്നത്. ഇയാളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു, കൊന്തയുണ്ടായിരുന്നു. ഇതെല്ലാം അയാൾ തട്ടിപ്പറിച്ചു കളയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ബൈക്കും നശിപ്പിച്ചു. അതിനുശേഷമാണ് കാറിലെത്തിയ വൈദികരെയും കന്യാസ്ത്രീകളെയും ഇവർ ആക്രമിക്കുന്നത്. മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ഇത് BJD അല്ല ഭരിക്കുന്നത്, BJP ആണ്, ആരെയും മതപരിവർത്തനം നടത്താൻ അനുവദിക്കില്ല തുടങ്ങിയ ഭാഷകളൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് പോലീസ് എത്തിയാണ് ഇവർ രക്ഷിച്ചത്. എന്തായാലും ഇപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ് സഭയും അതിരൂപതയും ഒക്കെ.